ഔനുബിനു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാം. തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികൾ അവരുടെ ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചതിന് ശേഷം പിന്നെ മിച്ചമുള്ളതിലാണ് ദുന്യാവിന് വേണ്ടി ചെലവഴിച്ചത്. എന്നാൽ തീർച്ചയായും നിങ്ങളോ ദുന്യാവിന് വേണ്ടി ചെലവഴിച്ചതിന് ശേഷം മിച്ചമുള്ളതിലാണ് ആഖിറത്തിനായി സമ്പാദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അഥവാ മുൻഗാമികൾ അവരുടെ സമയങ്ങളും സമ്പത്തുകളും ആഖിറത്തിന് വേണ്ടി ചിലവാക്കാനാണ് പ്രാധാന്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലാണ് ദുന്യാവിന് വേണ്ടി ചെലവഴിച്ചത് അവര്. എന്നാൽ നമ്മളോ നാം നേരെ തിരിച്ചുമാണ്. ഫുളൈൽ ബിൻ ഇയാദിനോട് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെടുകയുണ്ടായി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മറിച്ചൊരു ചോദ്യകർത്താവിനോട്, ഏതവസ്ഥയെക്കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്? ഈ ദുന്യാവിലെ അവസ്ഥയെക്കുറിച്ചോ അതോ ആഖിറത്തിലെ അവസ്ഥയെക്കുറിച്ചോ? ഏത് വിശേഷങ്ങളാണ്? ദുന്യാവിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ദുന്യാവ് നമ്മെ കൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, എല്ലാ വഴിയിലും അത് പ്രവേശിക്കുന്നുണ്ട്. അതേസമയം ആഖിറത്തെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ എന്താ പറയുക? ദോഷം അധികരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? അമലുകൾ കുറഞ്ഞവരുടെ അവസ്ഥ എന്താണ്? വയസ്സിങ്ങനെ നമ്മുടെ സമയങ്ങളും വയസ്സുകളും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ അവസ്ഥ എന്താണ്? ആഖിറത്തിന് വേണ്ടിയോ മടക്ക സ്ഥലമായ പരലോകത്തിന് വേണ്ടിയോ ഒന്നും തയ്യാറാക്കാത്തവൻ്റെ അവസ്ഥ എന്താണ്? വരാൻ പോകുന്ന മരണത്തിന് വേണ്ടി തയ്യാറാവാത്തവൻ്റെ അവസ്ഥ എന്താണ്? മരണത്തിന് കീഴടങ്ങേണ്ടവനാണ്, പക്ഷേ അങ്ങനെയുള്ള ബോധം ഇല്ലാത്തവൻ്റെ അവസ്ഥ എന്താണ്? മരണത്തിന് വേണ്ടി ഒരു കാര്യവും ഒരുക്കി വെച്ചിട്ടില്ല, അങ്ങനത്തെ ആളുടെ അവസ്ഥ എന്താണ്? മരിക്കാൻ വേണ്ടി ഭംഗിയായി തയ്യാറായി റെഡിയായി നിന്നിട്ടില്ല, അവൻ്റെ അവസ്ഥ എന്താണ്? അതേസമയം ദുന്യാവിന് വേണ്ടി നല്ല ഉഷാറായി തയ്യാറായി ഭംഗിയായി നിൽക്കുന്നു. ഇവരുടെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ്? മറ്റൊരു കവി പറയുന്നു, ലാ തർക്കനന്ന ഇല ദുനിയാ വസുഖ്റുഫിഹാ ഫഅൻത മിൻ ആജിലി ദുനിയാ സതന്തഖിലു. ഐഹിക ജീവിതത്തിലേക്കും അതിൻ്റെ ആഡംബരങ്ങളിലേക്കും നീ വല്ലാതെ ശ്രദ്ധ തിരിക്കണ്ട. ഈ നശ്വരമായ ലോകത്തിൽ നിന്നും തീർച്ചയായിട്ടും നീ നീങ്ങിപ്പോകുക തന്നെ ചെയ്യും.